ഹായ് ഗൈസ്, നവംബർ ആൻഡ് ഡിസംബറിൽ നിങ്ങൾ സ്കൂളിൽ നിന്ന് ലീവുകൾ അധികം പ്രതീക്ഷിക്കരുത്. കാരണം നമ്മുടെ ടൈം ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നവംബറിൽ ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുന്നത് 8-ാം തീയതിയാണ്. ഇനി നിങ്ങൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നവംബറിൽ 21, 22 ദിവസം ടോട്ടൽ നമുക്ക് എന്തുണ്ട്, ദിവസങ്ങളായിട്ടുണ്ട്. അതിൽ ഒരു പബ്ലിക് ഹോളിഡേയും വരുന്നില്ല. സെക്കൻഡ് സാറ്റർഡേ ഈ ഞാൻ വീഡിയോ ചെയ്യുന്ന 8-ാം തീയതി കഴിഞ്ഞും പോയി. അതായത് ഇനി വരുന്ന ശനിയാഴ്ചകളിലും നിങ്ങൾക്ക് സ്കൂളുകളിൽ ക്ലാസ്സുകൾ എക്സ്പെക്ട് ചെയ്യാം. ഞായറാഴ്ചകൾ പോട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ 4 ദിവസം ഒഴികെ ഇനി വരുന്ന 18 ദിവസങ്ങളിൽ ക്ലാസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഡിസംബറിലായാലും കാര്യങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ്. ഡിസംബറിൽ 1, 2, 3, 4, 5, 6 ഈ 6 ദിവസങ്ങളിലും ക്ലാസ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കാരണം എന്താ അറിയോ, 8-ാം തീയതിയാണ് നിങ്ങളുടെ എന്ത് വരുന്നത്, ഇപ്പോൾ നിലവിലെ അറിയിപ്പ് പ്രകാരം ഡിസംബറിൽ നമുക്ക് നടക്കാൻ പോകുന്ന ക്രിസ്മസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾക്ക് സ്കൂളുകളിൽ പാഠം തീർക്കാനുള്ള ഓട്ടത്തിലാണ്. കാരണം എന്താ, ഞാൻ കാണിച്ചു തരാം. നിങ്ങളെ സ്കൂളിൽ ഫിസിക്സ് നമുക്ക് 11 ചാപ്റ്റേഴ്സാണ് ക്രിസ്മസ് എക്സാമിന് പഠിക്കാനുള്ളത്. കെമിസ്ട്രിക്ക് 7, മാത്സിൽ 12, ബയോളജിക്ക് 15, CS ആണെങ്കിൽ 9. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി ടോട്ടൽ ഡേയ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു ബയോളജി സ്റ്റുഡൻ്റ് ആണെങ്കിൽ 45 ചാപ്റ്റേഴ്സ് ഇനി വരുന്ന 30 ദിവസങ്ങളിൽ ടോട്ടലായിട്ട് കവർ ചെയ്യണം. ഈ 45-ൽ ഞാൻ പറഞ്ഞ ഇതൊന്നും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ സ്കൂളിൽ ഈ 45 എത്തിയൊന്ന്, ബയോളജിയാണ് നിങ്ങൾ CS കൂട്ടണ്ട, ആ 45-ൽ എത്ര എണ്ണം എടുത്തു നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. വേണം സബ്ജക്ട് വൈസും കേട്ടോ. അതായത് 45-ൽ നിലവിൽ എത്ര കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറയുകയാണ് മെജോറിറ്റി സ്കൂളുകളിലും അതൊരു 30 ഓർ ആ റേഞ്ചിലേ കാണുള്ളൂ. 30 ഓർ 35 എത്തിയിട്ടുണ്ടാവുള്ളൂ. ഓക്കെ, ചില സ്കൂളുകളിൽ 40 ഒക്കെ കഴിഞ്ഞിട്ടല്ല 45 എത്തിയ സ്കൂളുകളും ഉണ്ടാവുമായിരിക്കാം. ഇനി CS സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 39 ചാപ്റ്റേഴ്സാണ്. അവർക്ക് മേ ബി എന്ത് ചെയ്യും, വീണ്ടും ഒരു 30-35 റേഞ്ചിൽ എത്തിയിട്ടുള്ളൂ. ഇനി ബാക്കിയുള്ള നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഡേയ്സിലൊക്കെ സ്കൂളിൽ ചാപ്റ്റർ തീർക്കാനുള്ള ഓട്ടത്തിലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത്, നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കില്ല, ഫ്രീ ടൈം ഉണ്ടായിരിക്കുന്നില്ല. സ്പെഷ്യൽ ക്ലാസ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. നിങ്ങൾ അതിൻ്റെ കൂടെ ട്യൂഷനോ മറ്റു കാര്യങ്ങളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന് ഇൻവോൾവ് ചെയ്യണം. ഇനി ഉപജില്ലാ കലോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്പോർട്സ് ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജില്ലാ ലെവലിൽ എങ്ങനെ എത്തിയിട്ടുണ്ട്, ശാസ്ത്രമേള ജില്ലാ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെയൊക്കെ സെക്കൻഡ് ഫേസ് ജില്ലാ ലെവലുകളൊക്കെ വരുന്നത് ഈ നവംബറിലാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക, നിങ്ങൾ ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോൾ ഇതിന് സ്കൂളിൽ ഈ ദിവസങ്ങളിൽ ടീച്ചേഴ്സ് പാഠവും തീർക്കും. ആൻഡ് എന്ത് സംഭവിക്കും, നിങ്ങൾ ക്രിസ്മസ് എക്സാം ഈ 8-ാം തീയതി വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, 8 നിലയിൽ പൊട്ടാനുള്ള പോക്കാ പോകുന്നത്. കാരണം നിങ്ങൾ ഒരു റൗണ്ട് പോലും റിവൈസ് ചെയ്തിട്ടില്ല. സെക്കൻഡ് റൗണ്ടും തേർഡ് റൗണ്ടൊക്കെ ഇനി റിവൈസ് ചെയ്യണ്ടേ. അല്ലെങ്കിൽ പോട്ടെ, അറ്റ്ലീസ്റ്റ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ നോക്കാൻ നമുക്ക് സമയമുണ്ടോ? ഓരോ ചാപ്റ്ററിന് സമയമുണ്ടോ? മിക്കവാറും ഉണ്ടാവില്ല കേട്ടോ. 8, 9, 10, 11, 12 രീതിയിലൊക്കെ എക്സാം ഉണ്ടാവും. മേ ബി ഒരു ദിവസമൊക്കെ ഗ്യാപ്പ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. പെട്ടെന്ന് എക്സാംസ് അവർ ടപ്പേ കഴിക്കുന്നതായിരിക്കും. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി മുന്നോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി സീരിയസ് ആവാതെ ഒരു രക്ഷയില്ല കേട്ടോ. സീരിയസ് ആവാതെ ഒരു രക്ഷയില്ല. അപ്പോൾ അതിൻ്റെ കേസിൽ എങ്ങനെ പഠിക്കണം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഫിസിക്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ 11 ചാപ്റ്റേഴ്സ് എന്തുണ്ട്, നമ്മുടെ സിലബസ് പ്രകാരം ക്രിസ്മസ് എക്സാമിനുണ്ട്. ടോട്ടൽ 14 ഉണ്ട്. ഇനി 3 ചാപ്റ്റേഴ്സ് വേറെയുണ്ട്. അത് ജാനുവരിയിലും ഫെബ്രുവരിയിലായിട്ട് തീർക്കേണ്ടതാണ്. അപ്പോൾ അതിൽ നിങ്ങളെ സ്കൂളിൽ മിക്കവാറും ഈ ചാപ്റ്റേഴ്സ് ആയിരിക്കും. മേ ബി 1, 2, 3 ചാപ്റ്റേഴ്സ് മാത്രമായിരിക്കും ഓണത്തിന് തീർത്തിട്ടുണ്ടാവുക. ബാക്കി ഇനി അങ്ങോട്ടുള്ള 5, 6, 7, 8, 9, 10, 11 ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ടഫ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം 4ാമത്തെ ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ ആണ് ഫിസിക്സിൽ. 5-ാം പാഠം വർക്ക് എനർജി പവർ ആണ്. 6-ാം പാഠം റൊട്ടേഷൻ ടഫാണ്. 7-ാം പാഠം ഗ്രാവിറ്റേഷൻ നല്ല ടഫായി തോന്നാൻ ചാൻസ് ഉണ്ട്. 9-ാം പാഠം മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് സോളിഡ്സ്, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ഒക്കെ 9-ാം പാഠം ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് തെർമൽ പ്രോപ്പർട്ടിയും തെർമോഡൈനാമിക്സ് ഒക്കെ വരുന്നുണ്ട്. ടഫാണ് കുട്ടികൾക്ക്. അപ്പോൾ ഓണത്തിന് ശേഷമുള്ള ചാപ്റ്റേഴ്സൊക്കെ അത്യാവശ്യം ലെങ്തിയാണ്, ടഫാണ്. അതിൻ്റെ കൂടെ ഓണപരീക്ഷ നടക്കാത്തതുകൊണ്ട് യൂണിറ്റ് മെഷർമെൻറ്റ് പോട്ടെ, സ്ട്രെയിറ്റ് ലൈനും മോഷൻ ഇൻ എ പ്ലെയിനും ഈവൻ ലോസ് ഓഫ് മോഷൻ എന്നും ചോദ്യങ്ങൾ എന്തായാലും ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ബാക്കി 3 ചാപ്റ്റർ ഒഴികെ ബാക്കി എല്ലാം നിങ്ങൾ കവർ ചെയ്യണ്ടേ. മാത്സിൻ്റെ കേസിൽ ഒട്ടും മോശമല്ല. 14 ചാപ്റ്റേഴ്സിൽ 12ാമത്തെ ചാപ്റ്റർ വരെയുണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് എക്സാമിന് 12ാമത്തെ ചാപ്റ്റർ ചോദ്യം വന്നിട്ടുണ്ട്, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായ ചാപ്റ്ററാണ് 12ാമത്തെ ചാപ്റ്റർ. മിക്കവാറും ഞാൻ പറഞ്ഞ പോലെ ഈ നവംബർ ലാസ്റ്റിലോ അല്ലെങ്കിൽ ഡിസംബറിലൊക്കെ ആയിരിക്കും ചില സ്കൂളുകളിൽ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് എടുക്കുക. നേരത്തെ തീർക്കുന്ന ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും, സ്കൂൾസ് ഉണ്ടായിരിക്കും. അവരാണെങ്കിൽ ഓക്കെ, കുട്ടികൾക്ക് റിവിഷൻ കിട്ടും. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് ഒരുമിച്ച് കവർ ചെയ്യാൻ പറ്റുമോ? ഒരു ദിവസം നിങ്ങൾ ഒരു ചാപ്റ്റർ പഠിക്കാൻ പോലും തീരില്ല. നിങ്ങൾ നോക്കിക്കോ, 45 ചാപ്റ്റേഴ്സ് 30 ദിവസം കൊണ്ട് തീർക്കണം. അപ്പോൾ അതിൽ ചില ചാപ്റ്റേഴ്സ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. സ്കൂൾ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി റിവിഷൻ കിട്ടുമോ? റിവിഷൻ കിട്ടൂല. ഇനി കെമിസ്ട്രിയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ 7 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ 7 ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെ ചിലതുണ്ട്. അപ്പോൾ ആ ചാപ്റ്റേഴ്സൊക്കെ പഠിച്ചെടുക്കണ്ടേ. ഇനി ബയോളജി ആണെങ്കിൽ CS ആണെങ്കിലും പഠിച്ചെടുക്കണ്ടേ. അപ്പോൾ ഇതെല്ലാം വൃത്തിക്ക് ഞങ്ങൾ പഠിച്ചു തരുന്ന ഒരു സ്റ്റഡി ടൈം ടേബിൾ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 30 ദിവസത്തിൽ നിങ്ങൾ സ്കൂൾസ് ഉണ്ടായിരിക്കും. ആ സ്കൂൾസിൻ്റെ ഉള്ളിൽ തന്നെ കവർ
ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ മോർണിംഗും അതുപോലെ ഈവനിങ് നൈറ്റ് ടൈം വരുന്ന സമയത്ത് നിങ്ങൾക്കൊരു ലൈവ് സീരീസ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനിയുള്ള 30 ദിവസം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു തവണയെങ്കിലും റിവൈസ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ലൈവ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഫ്രീ ആണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ഫോളോ ചെയ്യാം. അത് നാളെ സ്റ്റഡി പ്ലാൻ ആയിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യുന്നുണ്ട്. അതിൽ മോട്ടിവേഷൻ ഇൻക്ലൂഡഡ് ആയിരിക്കും. ചാപ്റ്റർ വെയിറ്റേജിന്റെ ഇമ്പോർട്ടൻസ്, ഏത് ചാപ്റ്ററാണ് കൂടുതൽ പഠിക്കേണ്ടതെന്ന് പറഞ്ഞുതരും. ഇനി ഓവറോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്റ്റഡി ടിപ്സ് ഫ്രം യുവർ സീനിയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളത് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. സോ നാളെ മറക്കേണ്ട, സൺഡേ 7:30 മണിക്കായിരിക്കും സ്റ്റഡി പ്ലാൻ. ലൈവായിട്ട് ഈ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കുക. ഡേ 1 ഇമ്പോർട്ടൻ്റ് ആണ്. ഡേ 1 കഴിഞ്ഞ് ഡേ 2 കൂടി നിങ്ങൾ ഫോളോ ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ഡേ 3 ഡേ 4 എളുപ്പമായിരിക്കും. നിങ്ങൾ ഡേ 1 ഫോളോ ചെയ്യാതെ പകുതി വെച്ച് കയറാൻ കഴിഞ്ഞാൽ ആ സ്റ്റാർട്ടിങ് ഇനീഷ്യൽ മൊമെൻറ്റും നിങ്ങൾക്ക് മിസ്സാവും. ബാക്കി ദിവസങ്ങൾ നമുക്ക് മടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. താഴെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ വേഗം പോയി ലിങ്ക് ലൈക്ക് ചെയ്ത് വെച്ചോ. നാളെ 7:30 തന്നെ കാണാം. നാളെ ഒരു ചാപ്റ്റർ നമ്മൾ ഇതെയും പഠിച്ചു തീർക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു കിടിലൻ സർപ്രൈസും ഇവൻറ്റ്സും ഒക്കെ ഇതിൽ തന്നെ വരുന്നുണ്ട്. അത് ഞാൻ എന്ത് ചെയ്യാം, നാളത്തെ ലൈവിൽ പറഞ്ഞുതരാം. നിങ്ങളെ ഒരു നിങ്ങളെ മോസ്റ്റ് റിക്വസ്റ്റഡ് ഒരു ഫീച്ചർ നമ്മൾ ഈ സ്റ്റഡി പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അനൗൺസ്മെൻറ്റും നമ്മൾ സ്റ്റഡി പ്ലാനിലായിരിക്കും പറയുക.